ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. തീർത്ഥങ്ങളുടെ രാജാവ് ആരാണെന്നറിയോ? പ്രയാഗരാജ്. പ്രയാഗ് ത്രിവേണി സംഗമം, അവിടെ പ്രയാഗരാജ് എന്ന് പറയും. പിന്നെ ഗുരു ആരാണെന്നറിയാം? തീർത്ഥങ്ങളുടെ ഗുരു ആരാണെന്നറിയാം? അതായത് പുഷ്കരം. പുഷ്കരം എന്നുള്ള തീർത്ഥം. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രധാനമന്ത്രി ആരാണെന്നറിയോ? വാസ്തവത്തിൽ നിത്യമായ പ്രധാനമന്ത്രി നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നെ നിത്യമായിട്ട് ഒരിക്കലും ലോകത്തിൻ്റെ മുഴുവൻ പ്രധാനമന്ത്രി ആരാണെന്നറിയോ? സാക്ഷാൽ കാശി വിശ്വനാഥൻ എന്നാണ്. അപ്പോൾ ഇപ്പോൾ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കുംഭമേളയിൽ ഇതാ സകല കോടിക്കണക്കിന് ആളുകൾ വന്ന് സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ആ സ്നാനം ചെയ്യുന്ന സമയത്ത് അവരുടെ പാപം മുഴുവൻ അവിടെ ഇല്ലാതെയാവും. പക്ഷേ ആ സ്നാനം കഴിഞ്ഞ് മുകളിലേക്ക് കയറുന്നതോട് കൂടിയിട്ട് അവരുടെ സ്വഭാവം, പഴയ സ്വഭാവം തന്നെ വീണ്ടും വരും. മിക്കവാറും ആളുകൾ ഒരു സാധാരണ മനസ്സോടു കൂടി അവിടെ പോയി സ്നാനം ചെയ്യുന്നത്. പുണ്യം വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മിക്കവാറും ആളുകളുടെ പാപം അവിടെ കിടക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. വൃന്ദാവനവും ഈ പ്രയാഗരാജ് എൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധം ഗുരുനാഥന്മാർ പറയാറുണ്ട് എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഥ എന്താണെന്നുണ്ടെങ്കിൽ ദേവാസുര മഹായുദ്ധ പാലാഴി മഥനമാണ്. പാലാഴി മഥനത്തിൻ്റെ ആ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധികളുടെ അവസാനമാണ് സാക്ഷാൽ ധന്വന്തരിമൂർത്തി അമൃതകുംഭവുമായിട്ട് അതെന്ന് പാലാഴിയിൽ നിന്നും ആവിർഭവിച്ചത്. അമൃത കലശം അസുരന്മാർ തട്ടിക്കൊണ്ടുപോയി. അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഭഗവാൻ മോഹിനിയായിട്ട് വേഷം ധരിച്ചു. അങ്ങനെ മോഹിനിയായിട്ട് വേഷം ധരിച്ച് ഭഗവാൻ അസുരന്മാരെ മോഹിപ്പിച്ച് വരിയായിട്ട് എത്തി, 2 വരിയായിട്ട് എത്തി എന്നാണ്. എന്നിട്ടോ അപ്പോൾ 2 വരിയുടെ ഇടയിൽ കൂടി ഭഗവാൻ നടന്നപ്പോൾ അസുരന്മാർക്ക് മോഹിനി ദേവിയുടെ ഭഗവാന്റെ സൗന്ദര്യത്തിൽ വല്ലാത്ത ഭ്രമം തോന്നി. അവർ അതിലേക്ക് ശ്രദ്ധിച്ചു, അമൃതൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്. ദേവന്മാരാണെങ്കിലോ അമൃതൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു. ഭഗവാൻ വഞ്ചയൻ രൂപ സഞ്ചരൈഹി എന്നാണ് പറയുന്നത്. ഇവരൊക്കെ വഞ്ചിച്ചുകൊണ്ട്, അസുരന്മാരെ വഞ്ചിച്ചുകൊണ്ട് ദേവന്മാർക്ക് ഭഗവാൻ അമൃത് വിളമ്പിക്കൊടുത്തു. അത് മോഹിനിയാണ് അമൃത് വിളമ്പിയത് എന്നാണ്. അപ്പോൾ ഇവർ ആഗ്രഹം എന്താണ്? ഈ വിളമ്പൽ കഴിഞ്ഞാൽ പിന്നെ കല്യാണമാണ്. എന്തായാലും ഇത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കാണെങ്കിലും ചെയ്യാം ആളെ എന്നുള്ള ഒരു മോഹമാണ് അവർക്ക് എന്നാണ്. ഏതായാലും ഈ അമൃത് വിളമ്പിക്കൊടുത്ത് അവിടെ ദേവേന്ദ്രൻ്റെ കയ്യിൽ അമൃതകലശം കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഭഗവാൻ സ്വന്തം രൂപം സ്വീകരിച്ച് ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. അതിനുശേഷം ഒരു അതിഭയങ്കരമായ കലഹമാണ് ഉണ്ടായത്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ഉണ്ടായി എന്നാണ്. അപ്പോൾ ഈ അമൃതകലശം എന്തായി? അതൊരു ഭാഗത്ത് അത് എടുത്തുകൊണ്ടുപോയാലും ആരെങ്കിലും, അതുകൊണ്ട് ഗരുഡൻ ഈ അമൃതകലശം എടുത്തു. അമൃതകലശം എടുത്തിട്ട് അമൃതകലശവുമായിട്ട് ഗരുഡൻ പറന്നു ആകാശത്തിൽ കൂടെ. അങ്ങനെ ആ പറന്നു പോകുന്ന സമയത്ത് 4 സ്ഥലങ്ങളിൽ അതിൻ്റെ അമൃതകുംഭം തുളുമ്പിയിട്ട് ആ നദികളിൽ വീണു എന്നാണ് പറയണത്. അങ്ങനെ ആ നദികളിൽ അമൃതം വീണിട്ടുള്ള ആ സന്ദർഭം ഏതാണ്? മാഘമാസത്തിൽ, ജനുവരി മാസത്തിൽ, മകരസംക്രാന്തി ആ ദിവസങ്ങളിലാണ് ഈ ഒരു അമൃത് ഈ ജലത്തിൽ വീണ. ഒന്നാമത് പ്രയാഗരാജ് എന്നുള്ള സ്ഥലം. പിന്നെ ഗംഗാനദി അവിടെ ഹരിദ്വാറിൽ, പിന്നെ ഇവിടെ ഉജ്ജയിൻ എന്നുള്ള സ്ഥലത്ത്, നാസിക്, അങ്ങനെയുള്ള 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കാറ്. അവിടെയാണ് അതിനെ അനുസ്മരിച്ചും കൊണ്ടാണ് കുംഭമേള നടക്കാറുള്ളത് എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഗംഗാനദി അതേപോലെ മറ്റുള്ള നദികൾ ഇതൊക്കെ
ഗംഗാനദി ഭഗവാന്റെ പാദത്തു നിന്നൊക്കെയാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ നിന്നും അത് അകന്നു പോന്നിട്ട് ഒരുപാട് യുഗങ്ങളായി അകന്നു പോന്നിട്ട് എന്നാണ്. അതേപോലെ എല്ലാ നദികളും അങ്ങനെയാണ്, ഭഗവാനിൽ നിന്ന് അകന്നിട്ട് ഒരുപാട് കാലമായി എന്നാണ് പറയുന്നത്. എന്നാൽ ഭഗവാൻ നമ്മൾ ശുദ്ധീകരിക്കും, സംശയമില്ല. പക്ഷേ അതിനേക്കാൾ ശുദ്ധീകരിക്കുന്ന ഒന്നുണ്ട്, അതാണ് വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ തൃപ്പാദങ്ങളെ അതിൽ ലയിച്ചിട്ടാണ് എപ്പോഴും. അതെ, കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ ലയിച്ചുകൊണ്ട് ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും കിടക്കുന്നത്. അതാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ ചെറിയ ഉണ്ണിയായിരിക്കുന്ന സമയത്ത് അനുഭവപ്പെടുത്തി കൊടുത്തു യശോദാനന്ദന്മാർക്ക് എന്നാണ് കഥ. യശോദാനന്ദന്മാർ എല്ലാവരും കൂടി വലിയ ഇതൊക്കെ വലിയ സാധനങ്ങളൊക്കെ എടുത്ത് കെട്ടിയിട്ട് ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്, തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ആ സമയത്ത് ഭഗവാൻ ഉണ്ണിയാണ്, 1.5 വയസ്സൊക്കെ ആയിട്ടുള്ള ഭഗവാൻ ചോദിക്കുകയാണ്, അവിടെ അച്ഛനും അമ്മയും എവിടേക്കാണ് യാത്ര പോകണത് എന്ന്. ഉണ്ണി, ഞങ്ങളും തീർത്ഥസ്നാനത്തിന് പോവുകയാണ്, തീർത്ഥാടനത്തിന് പോവുകയാണ് എന്ന് പറയുകയാണ്. ഭഗവാൻ പറഞ്ഞു, എവിടേക്കും പോകേണ്ട കാര്യമില്ല, ഇവിടെ നിൽക്കൂ 2 ദിവസം എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നന്ദഗോപുരം യശോദയും ആ ഭഗവാൻ മുട്ടുകുത്തി കളിക്കുന്ന രമണ്ടേത്തി എന്ന് പറയുക സ്ഥലത്തിന്, ഇപ്പോഴും അവിടെ നല്ല പഞ്ചസാര പോലത്തെ വളരെ മൃദുലമായിട്ടുള്ള മണലാണ് അവിടെ കാണാൻ സാധിക്കുക. വേദനയാവില്ല കാൽ, അവിടെ എത്ര ഉരുണ്ടാലും എത്ര നടന്നാലും കാല് വേദനയാവില്ല. അത്രയും വിശേഷപ്പെട്ട മണലാണ് അവിടെ കാണാൻ സാധിക്കുക. പൂഴി മണൽ, നല്ല പൂഴിയാണ് കാണാൻ സാധിക്കുക. അപ്പം ഭഗവാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുക, നന്ദഗോപുരം യശോദയും ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഭഗവാൻ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ഒരു കാഴ്ച എന്ന് കാണിച്ചു കൊടുക്കുക. എന്താ കാഴ്ച? ഒരു കുതിര അവിടെ വരുന്നു, കറുത്ത കുതിര. ആ കറുത്ത കുതിര വന്നിട്ട് ഈ ഭഗവാൻ മുട്ടുകുത്തി രമണ്ടേത്തി എന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ, ഭഗവാൻ മുട്ടുകുത്തി ഇഴഞ്ഞ ആ മണ്ണിൽ വീണുരുളാണ്. അങ്ങനെ ഉരുണ്ട് കുറേ കഴിയുമ്പോഴേക്ക് ഈ രൂപം തന്നെ മാറി, സ്വർണ്ണ നിറമായിട്ട് മാറിയെന്ന് മാത്രമല്ല, ഇതൊരു ദേവനായിട്ട് മാറി. നന്ദഗോപുരം ചോദിച്ചു, അവിടുന്ന് ആരാണ് വന്നതൊരു കറുത്ത കുതിരയായിട്ട്, പിന്നെ പെട്ടെന്ന് സ്വർണ്ണ നിറമായിട്ട് മാറി, പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് രൂപം മാറിയല്ലോ, സ്വീകരിച്ചു, അങ്ങ് ആരാണ് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയണം, ഞാൻ തീർത്ഥങ്ങളുടെ രാജാവാണ്, പ്രയാഗരാജൻ, ചക്രവർത്തിയാണ് ഞാൻ, തീർത്ഥങ്ങളുടെ ചക്രവർത്തിയാണ് ഞാൻ. പക്ഷേ ഈ പാപികൾ വന്ന് കുളിച്ച് ഞാൻ ആകെ അവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി ഞാൻ കറുത്തുപോയി. ഞാൻ എല്ലാ വർഷത്തിലും ഒരു ദിവസം ഇവിടെ രമണ്ടേത്തിയിൽ ഇവിടെ വരാറുണ്ട്. കൃഷ്ണൻ മുട്ടുകുത്തി കളിച്ചിട്ടുള്ള, ഭഗവാൻ മുട്ടുകുത്തി കളിച്ചിട്ടുള്ള ആ മണ്ണിൽ കൂടെ ഞാൻ ഉരുളുന്ന സമയത്ത് എൻ്റെ പാപങ്ങളെല്ലാം നശിച്ച് എനിക്ക് പൂർവ്വരൂപം ലഭിക്കും എന്ന് പറയാണ്. വാസ്തവത്തിൽ ഈ ശ്രീമദ് ഭാഗവതം എന്നത് പ്രയാഗരാജ് കുംഭമേളയ്ക്ക് പോകുന്ന അതേപോലെയാണ്. ശ്രീമദ് ഭാഗവതം ആവുന്ന തീർത്ഥത്തിൽ സാഗരത്തിൽ സ്നാനം ചെയ്യുക. അങ്ങനെയാണെങ്കിലോ ഇത് പ്രയാഗരാജിൽ സ്നാനം ചെയ്തിട്ടുള്ള ഫലം, എല്ലാ ലോകത്തിലുള്ള എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്തിട്ടുള്ള ഫലം, എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയിട്ടുള്ള ഫലം, ഇതെല്ലാം ശ്രീമദ് ഭാഗവതം കൊണ്ടുണ്ടാവും. ആചാര്യന്മാർ പ്രത്യേകം പറയുന്നു, ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗ്രന്ഥമല്ല എന്ന് പറയുന്നു. എങ്ങനെയാണ്? ദേവാനാം അച്യുതോ യഥാ, ദേവന്മാരിൽ അച്യുതൻ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ, വൈഷ്ണവാനം യഥാശംഭു, വൈഷ്ണവന്മാരിൽ മഹാദേവൻ്റെ മഹിമ ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. തീർത്ഥാനാം സ്രോതസാം ഗംഗ, തീർത്ഥങ്ങളിൽ ഗംഗാനദിയുടെ മഹാത്മ്യം ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. സകല ക്ഷേത്രങ്ങളും സകല തീർത്ഥങ്ങളും സകല ദേവീദേവന്മാരും മുഴുവൻ ശ്രീമദ് ഭാഗവതമാകുന്ന സാഗരത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രയാഗരാജിൽ പോകാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ആരും കുംഭമേളയ്ക്ക് പോയില്ല, മഹാകുംഭത്തിന് പോയില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങൾക്കും ഒരു കുംഭമേളയിൽ സ്നാനം ചെയ്തിട്ടുള്ള മഹിം, അതിനുള്ള ആ പുണ്യം നൽകാൻ, അതിനുള്ള സംസ്കാരം തരാൻ ശ്രീമദ് ഭാഗവതത്തിന് കഴിവുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ അവസാന വാക്കെന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനത്തം നമാമി ഹരിം പരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമസങ്കീർത്തനം,
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമസങ്കീർത്തനം ചെയ്യാൻ സാധിക്കുക, ഭഗവാനെ നമസ്കരിക്കാൻ സാധിക്കുക. ഇതാണ് ആത്യന്തികമായിട്ടുള്ള ഫലം എന്നാണ്. അങ്ങനെ നാമസങ്കീർത്തനം ചെയ്തിട്ട് ഭഗവാനെ നിരന്തരം നമസ്കരിച്ച് നിരന്തരം ഭാഗവത ശ്രവണം നടത്തുന്ന ഒരാൾ എന്ന് വിചാരിക്കുക. ആ ആൾ സ്വതേ പരിശുദ്ധമാണ്. അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾ ധാരാളമായിട്ട് ഈ നദികളിൽ, പുണ്യനദികളിൽ സ്നാനം ചെയ്യും. ആ സമയത്ത് അവരുടെ ഹൃദയത്തിലുള്ള ആ ഈശ്വരനുണ്ടല്ലോ, ഭഗവാന്റെ ചൈതന്യം, ആ തീർത്ഥങ്ങളെ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന ഗതാഭൃത എന്നാണ് പറയുന്നത്. അവർ തീർത്ഥങ്ങളെ പരിശുദ്ധമാക്കി തീർക്കുന്നത് ആരാണ്? ഈ സജ്ജനങ്ങളാണ് എന്നാണ്. ആ സജ്ജനങ്ങൾ എങ്ങനെ? ശ്രീകൃഷ്ണ ഭഗവാൻ ഹൃദയത്തിൽ വയ്ക്കുക ചെയ്യണത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കാനും സജ്ജന സത്സംഗത്തിനും ഭാഗവത ശ്രവണത്തിനും പാരായണത്തിനും തയ്യാറാവുന്ന ഒരാൾ എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള ആ തീർത്ഥസ്നാനവും ചെയ്തിട്ടുള്ള ഫലം ലഭിക്കും. അതാണ് ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവചന്ദ്രികാവിതരണം വിദ്യാവധൂജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണ അമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയത്തെ. ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഇനി കുംഭമേളയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് സ്ഥാനേ സ്ഥിത എന്നാണ് പറയണത്. ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തിരുനാമം ജപിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ജപിച്ചിട്ട് നമുക്ക് മനസ്സ് പരിശുദ്ധമാക്കിയിട്ട് ആ ദിവ്യമായിട്ടുള്ള ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ സാധിക്കും. സകൽ ഗീതാംഭസി സ്നാനം സംസാര മലനാശനം എന്നാണ് പറയണത്. അതായത് ഒരിക്കൽ ഗീതയാകുന്ന സാഗരത്തിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ സംസാരമലനാശനം, സംസാരത്തിലുള്ള ഭൗതികമായ ലോകത്തിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കി തീർക്കും. ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതത്തിനും ലോകത്തിനെ ശുദ്ധീകരിക്കാൻ എന്നതില്ലാത്ത പ്രഭാവമുണ്ട് എന്നാണ്. കുംഭമേളയിൽ നമ്മൾ ഇതും കൂടി സ്മരിക്കുന്നു. ഈ സംസ്കാരത്തോടു കൂടിയിട്ട് നമ്മൾ കുംഭമേളയിൽ സ്നാനം ചെയ്യുകയാണെങ്കിലോ സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടായാൽ എങ്ങനെ അതേപോലെ തീരും. പക്ഷേ സ്വർണ്ണമുണ്ട്, സുഗന്ധമില്ല. അതിന് സുഗന്ധമുണ്ട്, സ്വർണ്ണമില്ല എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ വരിക? ഈ ഭാവത്തോടു കൂടി ശ്രീമദ് ഭാഗവതത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഗുരുനാഥന്മാരെ ആശ്രയിച്ചുകൊണ്ട് ആരാണോ ആ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്യണത് അവർക്ക് തീർത്ഥത്തിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടാവും എന്നാണ്. ഹരേ കൃഷ്ണ.